ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സിസ്റ്റർ മിഡ് നൈറ്റ് എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. കഥയുടെ തുടക്കത്തിൽ ഉമ എന്നും ഗോപാൽ എന്നും പേരുള്ള ഒരു ദമ്പതികളെയാണ് നമ്മൾ കാണുന്നത്. വിവാഹശേഷം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇരുവരും. എന്നാൽ അവർക്കിടയിൽ സംസാരമൊന്നുമില്ല. ഇതല്പം വിചിത്രമായി തോന്നാം. ഒരു പക്ഷേ ഈ വിവാഹത്തിൽ അവർ സന്തുഷ്ടരായിരുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം അവർ മുംബൈയിലുള്ള ഗോപാലിന്റെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തി അല്പം വിശ്രമിച്ച ശേഷം ഉമ വസ്ത്രം മാറാനായി ഒരു ഭാഗത്തേക്ക് പോകുന്നത് കണ്ട് ഗോപാൽ അവൾക്ക് സ്വകാര്യത നൽകി പുറത്തേക്ക് പോകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഗോപാൽ മടങ്ങി വരുമ്പോൾ ഉമ കട്ടിലിൽ കിടക്കുകയായിരുന്നു. വസ്ത്രം മാറാനുള്ള തന്റെ ഊഴമായതുകൊണ്ട് ഗോപാൽ ഉമയോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. തുടർന്ന് ഉമ പുറത്തു പോയിരുന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങുന്നു. ആ വീട്ടിലെ ആദ്യത്തെ രാത്രി ആയതുകൊണ്ടാവാം ഉമയ്ക്ക് ഉറക്കം വരുന്നില്ല. അവൾ പുറത്തിറങ്ങി കുറെ നേരം ചുറ്റിക്കറങ്ങി. നേരം പുലർന്ന് അവൾ ഉണർന്നപ്പോഴേക്കും ഗോപാൽ ജോലിക്ക് പോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉമ തന്റെ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ പെട്ടെന്ന് ഒരുപാട് ആളുകളെ മുന്നിൽ കാണുന്നു. യഥാർത്ഥത്തിൽ ഗോപാലിന്റെ വീട് മുംബൈയിലെ ഒരു റോഡിന്റെ വശത്തുള്ള ഒരു ചെറിയ സ്ഥലത്തായിരുന്നു. ഇത് കണ്ട് ഉമ വാതിലടച്ച് അകത്തു പോയിരുന്നു. ഗോപാലിനെ കാത്തിരുന്ന് രാത്രിയായി. ഗോപാൽ മടങ്ങിയെത്തിയപ്പോൾ ഉമ അവനോട് ദേഷ്യപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. കാരണം ഇന്നലെ മുതൽ അവൾ ഒന്നും കഴിച്ചിരുന്നില്ല. എന്നാൽ ഗോപാൽ അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ വീട്ടിൽ കയറിയുടൻ തന്നെ ബോധരഹിതനായി വീണു. ഇത് കണ്ട് ഉമ അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്ത് പുറത്തുപോയി തനിക്കായി ഭക്ഷണം വാങ്ങി വരുന്നു. അടുത്ത ദിവസം രാവിലെ ഗോപാൽ ഉണർന്നപ്പോൾ ഉമ അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്റെ കല്യാണമല്ലായിരുന്നോ? അതുകൊണ്ട് ഇന്നലെ കൂട്ടുകാർ ഒരു പാർട്ടി ചോദിച്ചു, അതിനാലാണ് അല്പം മദ്യപിച്ചത് എന്ന് ഗോപാൽ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമ കുറച്ച് പണം അവന് നേരെ എറിഞ്ഞു കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഗോപാൽ കുറച്ച് പണം അവിടെ വെച്ചിട്ട് പോയി. പിന്നീട് ഉമ വീടിന് പുറത്തിറങ്ങിയപ്പോൾ അയൽവാസിയായ ശീതൾ അവളോട് വെണ്ണ ചോദിച്ചു. എന്നാൽ ഉമ മറുപടി ഒന്നും നൽകാതെ അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് അവൾ പുറത്തു വന്ന് ഗോപാൽ കൊടുത്ത പണം കൊണ്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങി. അതിനുശേഷം അവൾ ശീതളിന്റെ അടുത്ത് കത്തി ചോദിക്കാൻ പോയി. ശീതൾ അവൾക്കൊരു വലിയ കത്തി കൊടുത്തു. എന്നാൽ ഉമയുടെ പ്രശ്നം കത്തി മാത്രമായിരുന്നില്ല, അവൾക്ക് ഭക്ഷണം പാകം ചെയ്യാനും അറിയില്ലായിരുന്നു. രാത്രി ഗോപാൽ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരുടെയും ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു. അവൻ വീട്ടിലെത്തിയപ്പോൾ ഉമ മാവ് കുഴയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവൾക്കൊരു ജോലിയും ശരിയായി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കണ്ട് അവൻ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി വന്നു. പിന്നീട് രണ്ടുപേരും അത് കഴിച്ച് ഉറങ്ങാൻ പോയി. കട്ടിലിൽ കയറിയ ഉടൻ ഉമ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഗോപാലിനെ കൈ കാട്ടി വിളിച്ചു. ഒരു പക്ഷേ അവന് ഉമയോട് താല്പര്യമില്ലായിരുന്നു. അടുത്ത ദിവസം ഉമ പണം ചോദിച്ചപ്പോൾ കഴിഞ്ഞ തവണ തന്ന പണം മുഴുവൻ ചെലവഴിച്ചോ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഉമ എനിക്ക് വീട് നോക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അതോടെ ഗോപാൽ അവൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്തു. അതിൽ എപ്പോൾ ഏത് പച്ചക്കറി ഉണ്ടാക്കണം, എത്ര അളവിൽ ഉണ്ടാക്കണം എന്നൊക്കെ എഴുതിയിരുന്നു. അതിനുശേഷം ഉമ വീണ്ടും മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികൾ വാങ്ങി. ഇത്തവണ അവൾ ശീതളിന്റെ അടുത്ത് പോയി പാചകം പഠിക്കാൻ തുടങ്ങി. വൈകുന്നേരം ഗോപാൽ മടങ്ങിയെത്തിയപ്പോൾ ഉമ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ച് ഗോപാലിന് വളരെ സന്തോഷമായി. അതിനുശേഷം അവർ പരസ്പരം മുന്നിലിരുന്നു. പക്ഷെ സംസാരിക്കാനായി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉമ ഗോപാലിനോട് പുറത്തു പോയി സിഗരറ്റ് വലിക്കാൻ പറഞ്ഞു. അതിനുശേഷം അവർ രാത്രിയിൽ നടക്കാൻ പോയി. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. രാവിലെ എഴുന്നേറ്റയുടൻ ഗോപാൽ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്നാൽ ഉമ അവനെ പരിചരിക്കുന്നതിന് പകരം ഞാനിവിടെ വന്നിട്ട് നമ്മൾ എവിടെയും കറങ്ങാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഗോപാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരു കല്യാണമുണ്ട്, അതുവരെ കാത്തിരിക്കൂ, നമുക്ക് അവിടെ പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉമ്മ ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ, ഇന്ന് തന്നെ കറങ്ങാൻ പോകണം എന്ന് വാശി പിടിക്കുന്നു. ഒടുവിൽ ഗോപാൽ ഉമയെയും കൂട്ടി മുംബൈയിൽ നിന്ന് 13 മണിക്കൂർ ദൂരെയുള്ള ഒരു ബീച്ചിലേക്ക് കൊണ്ടുപോയി. അവർ കുറച്ചു നേരം ബീച്ചിൽ കറങ്ങിയ ശേഷം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നു. ബസ് വന്നപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങാനായി അതിൽ കയറി. വീട്ടിലെത്തിയ ഉടൻ ഗോപാൽ ജോലിക്ക് പോയി. ഉമ അവിടെ തന്നെ ഇരുന്നു. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലാത്തത് കൊണ്ട് കയ്യിൽ നിറയെ വളകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വളകളോടും അവൾക്ക് ദേഷ്യം തോന്നി തുടങ്ങി. അവൾ ഒരു ചെരുപ്പുകുത്തിയുടെ അടുത്ത് പോയി ആ വളകൾ പൊട്ടിക്കാൻ ആവശ്യപ്പെട്ടു. ഭർത്താവിന്റെ മരണത്തിന് മുൻപ് ഒരു ഭാര്യയും തന്റെ വളകൾ പൊട്ടിക്കാറില്ല. പക്ഷെ ഉമ തുടക്കം മുതലേ വ്യത്യസ്തയായിരുന്നു. അടുത്ത ഞായറാഴ്ച ഗോപാൽ ഉമയെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് കൊണ്ടുപോയി. പക്ഷെ ഉമയ്ക്ക് കല്യാണത്തിൽ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അടുത്ത ദിവസം രാവിലെ ഉമയ്ക്ക് ഛർദ്ദി തുടങ്ങി. ഇത് കണ്ട് ഗോപാൽ അവൾക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചു. ഇന്നലെ കല്യാണത്തിന് എന്തോ കഴിച്ചത് ശരിയായില്ലെന്നും വയറുവേദനയാണെന്നും ഉമ പറഞ്ഞു. പതിവ് പോലെ ഗോപാൽ ജോലിക്ക് പോയി. ഉമ വീട്ടിൽ തനിച്ചായി. ആ ചെറിയ വീട്ടിൽ ആരോടും സംസാരിക്കാതെ അവൾ വെറുതെ ഇരുന്നു.
പിന്നീട് എന്തോ ആലോചിച്ച് അവൾ പുറത്തിറങ്ങി ഒരു വലിയ വീട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ആ ചെടികൾ കൊണ്ട് അവളുടെ ഒറ്റമുറി വീട് നിറഞ്ഞു. അവൾ അവയുടെ ഇടയിലിരുന്ന് സിഗരറ്റ് വലിച്ചു. അവളുടെ ശീലങ്ങൾ പതിയെ വിചിത്രമായി കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഉമ്മ പുറത്ത് കറങ്ങാനിറങ്ങി. റെയിൽവേ സ്റ്റേഷനിലും മറ്റു പല സ്ഥലങ്ങളിലും അവൾ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ ഒരു ബീച്ചിൽ പോയിരുന്നു. അവിടെ കുറച്ചുപേർ കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ഉമ്മയെ കണ്ടാൽ അതൊന്നും അവളെ ബാധിക്കുന്നതേയില്ല എന്ന് തോന്നും. ഒരു പക്ഷെ ഉമ്മയ്ക്ക് വികാരങ്ങൾ ഇല്ലായിരുന്നിരിക്കാം. പിന്നീട് അവൾ ഒരു കമ്പനിയുടെ പുറത്തു പോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവിടുത്തെ ഒരാളോട് ജോലി ചോദിച്ചു. അയാൾ അവിടെ തൂപ്പുകാരിയുടെ ജോലി നൽകാമെന്ന് പറഞ്ഞു. വീട്ടിലിരുന്ന് മടുത്തത് കൊണ്ടാവാം ഉമ്മ അത് ഉടൻ സമ്മതിച്ചു. വൈകുന്നേരം വരെ അവൾ അവിടെ തൂപ്പുവേല ചെയ്തു. ജോലി കഴിഞ്ഞ് ബക്കറ്റും തുടപ്പുമായി അവൾ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ അവൾ ശീതളിനെ കണ്ടു. അവളോട് സംസാരിക്കാൻ തുടങ്ങി. വൈകുന്നേരം വീണ്ടും ജോലിക്ക് പോയി. ഇത്തവണ മടങ്ങി വരുമ്പോൾ കമ്പനിയിലെ ഒരു വാച്ച്മാനും വീട്ടിലേക്ക് പോവുകയായിരുന്നു. അയാൾ ഉമ്മയെ കണ്ട് ലിഫ്റ്റ് വേണോ എന്ന് ചോദിച്ചു. ഉമ്മയുടെ വീട് അവിടെ നിന്ന് 4 മണിക്കൂർ ദൂരെയായിരുന്നു. അതിനാൽ അവൾ വാച്ച്മാന്റെ സൈക്കിളിൽ കയറി വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ഉമ്മ വീണ്ടും ശീതളിനെ കാണാൻ പോയി. അവൾ തന്റെയും ഗോപാലിന്റെയും വിവാഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. തങ്ങൾ ഒരേ ഗ്രാമക്കാരാണെന്നും അതുകൊണ്ടാണ് വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചതെന്നും എന്നാൽ തങ്ങൾക്കിടയിൽ വലിയ സ്നേഹമൊന്നുമില്ലെന്നും അവൾ പറഞ്ഞു. വൈകുന്നേരം അവൾ വീണ്ടും ജോലിക്ക് പോകാനിറങ്ങി. ഇത്തവണ വഴിയിൽ ചില ട്രാൻസ്ജെൻഡറുകളെ കണ്ടു. അവർ ഉമ്മയെ കണ്ട് കളിയാക്കി. ഇത് കേട്ട് ഉമ്മ വേഗം ജോലി സ്ഥലത്തേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ ഉമ്മ ശീതളിനെ കാണാൻ പോയപ്പോൾ താൻ കുറച്ച് ദിവസത്തേക്ക് ഗ്രാമത്തിലേക്ക് പോവുകയാണെന്ന് ശീതൾ പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും അവൾ ഉമ്മയോട് പറയുന്നുണ്ട്. ഇപ്പോൾ നീ ഒരുപാട് മെലിഞ്ഞു പോയെന്നും ശീതൾ പറയുന്നു. തനിക്ക് വയറുവേദനയുണ്ടെന്നും അതുകൊണ്ടായിരിക്കാം ഭാരം കുറഞ്ഞതെന്നും ഉമ്മ മറുപടി നൽകി. അന്ന് വൈകുന്നേരം ഉമ്മ ജോലിക്ക് പോയപ്പോൾ വാച്ച്മാൻ അവളെ നിർബന്ധിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കാരണം ഉമ്മയുടെ ആരോഗ്യം മോശമാണെന്ന് അവനും തോന്നിയിരുന്നു. എന്നാൽ ഡോക്ടർ പനിയാണെന്ന് പറഞ്ഞ് കുറച്ച് മരുന്നുകൾ നൽകി. അന്ന് വൈകുന്നേരം വാച്ച്മാൻ ഓഫീസിന്റെ മുകളിലേക്ക് പോകുന്നത് ഉമ്മ ശ്രദ്ധിച്ചു. അവളും അവനെ പിന്തുടർന്നു. അവർ അവിടെ ഒരുമിച്ചിരുന്നു. നേരം വെളുത്തപ്പോൾ ഉമ്മ വീട്ടിലേക്ക് പോകാനിറങ്ങി. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ അവളെ കണ്ട് ചായ കുടിക്കാൻ കൊടുത്തു. അവർ കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം ഉമ്മ വീട്ടിലേക്ക് മടങ്ങി. അന്നു മുതൽ ഉമ്മയുടെ ചെവിയിൽ എന്തോ ഒരു ശബ്ദം സ്ഥിരമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ വെയിലത്ത് പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് തണുക്കാൻ തുടങ്ങി. അപ്പോൾ ആധുനിക വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് വന്ന് ഏത് ക്രീമാണ് ഉപയോഗിക്കുന്നത്, നല്ല തിളക്കമുണ്ടല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ ഉമ്മ മറുപടിയൊന്നും നൽകാതെ അവിടെ നിന്ന് പോയി. അതിനുശേഷം അവൾ പുതപ്പും പുതച്ചാണ് പുറത്തിറങ്ങാൻ തുടങ്ങിയത്. കാരണം വെയിലത്ത് അവൾക്ക് വല്ലാതെ തണുത്തിരുന്നു. ഒരു രാത്രി ഉമ്മ ചെവി കാണിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. എന്നാൽ ഡോക്ടർ അവൾക്കൊരു കുഴപ്പവുമില്ലെന്നും പനി കാരണമായിരിക്കാം ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും പറഞ്ഞു. അതിനുശേഷം ഉമ്മ വീട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം ഒരിടത്ത് പോയി പടികളിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം വെയിൽ കൊണ്ട് അവൾ ഉണർന്നു. വീട്ടിലെത്തിയപ്പോൾ ഗോപാൽ അവൾക്ക് ഭക്ഷണം കൊടുത്തു. നീയൊന്നും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല എന്നവൻ പറഞ്ഞു. എനിക്ക് വിശപ്പില്ല, വയറിന് എന്തോ പ്രശ്നമാണ് എന്ന് ഉമ്മ മറുപടി പറഞ്ഞു. അതിനുശേഷം അവർ സിഗരറ്റ് വലിക്കാൻ പുറത്തുപോയി. അവിടെ ഇരിക്കുമ്പോൾ ഉമ്മ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി ചീത്ത പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് ഗോപാൽ ചോദിച്ചപ്പോൾ ഒരു മേഘം ഒരു ചെറിയ നക്ഷത്രത്തെ വിഴുങ്ങി എന്ന് ഉമ്മ പറഞ്ഞു. ഇത് കേട്ട് ഗോപാൽ നിനക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ഉമ്മ പറഞ്ഞു. അടുത്ത ദിവസം ഉമ്മ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ബോധരഹിതയായി വീണു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് അവൾ തനിയെ എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ വഴിയിൽ അവൾ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. അതിനെ കണ്ടപ്പോൾ അവൾക്ക് എന്താ പറ്റിയതെന്നറിയില്ല. അവൾ അതിനെ പിടിച്ച് അവിടെ വെച്ച് കൊന്നു. അതുമാത്രമല്ല, അതിന്റെ രക്തവും കുടിച്ചു. എന്നിട്ട് അതിന്റെ ശരീരം ചവറ്റുകുട്ടയിലിട്ട് അവൾ തിരിച്ചു പോന്നു. അടുത്ത ദിവസം രാവിലെ പുതപ്പും പുതച്ച് അവൾ ആട്ടിൻകുട്ടിയെ കൊന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയി. പിന്നെ എന്തോ ആലോചിച്ച് വീട്ടിലേക്ക് മടങ്ങി. അന്ന് വൈകുന്നേരം അവൾ ഗോപാൽ ബാക്കി വെച്ച ഭക്ഷണം കഴിച്ചു. പക്ഷെ ഉടൻ തന്നെ ഛർദ്ദിച്ചു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഉമ്മയ്ക്ക് മനസ്സിലായില്ല. എന്ത് കഴിച്ചാലും അവൾ ഛർദ്ദിക്കുമായിരുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പോയി ഒരു പക്ഷിയെ കൊന്ന് അതിന്റെ രക്തവും കുടിച്ചു. ഇതുപോലെ അവൾ ഒരുപാട് പക്ഷികളെ കൊന്ന് അവയുടെ രക്തം കുടിച്ച് ശരീരങ്ങൾ കട്ടിലിനടിയിൽ വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗോപാൽ അവളോട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും വിചിത്രമായ മണം വരുന്നില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഉമ്മ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ജോലിക്ക് അയച്ചു. ഗോപാൽ പോയ ശേഷം ഉമ്മയ്ക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവൾ കൊന്ന പക്ഷികളെല്ലാം ജീവൻ വെച്ച് വീട്ടിൽ കറങ്ങി നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഉമ്മ ഞെട്ടിപ്പോയി.
അവൾ വേഗം പോയി ആ പക്ഷികളുടെ എല്ലാം ജഡങ്ങൾ കത്തിച്ചു. അതിനുശേഷം അവൾ ഒരു ഫോൺ ബൂത്തിൽ പോയി ഗോപാലിനെ വിളിച്ച് കുറച്ചു നേരം സംസാരിച്ച ശേഷം ഫോൺ വെച്ചു. അന്ന് രാത്രി ഗോപാൽ വീട്ടിലെത്തിയപ്പോൾ അവർ പരസ്പരം അടുത്തിരുന്നു. രണ്ടുപേർക്കും ഓരോ കാര്യം പറയാനുണ്ടായിരുന്നു. ആദ്യം ഉമ്മയോട് പറയാൻ ഗോപാൽ പറയുന്നു. ഉമ്മ പറഞ്ഞ കാര്യം കേട്ട് ഗോപാൽ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നെ അവൻ ഉമ്മയോട് പറഞ്ഞു, ഇന്ന് എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഗോപാലിന്റെ സുഹൃത്തും ഭാര്യയും അവരുടെ വീട്ടിലെത്തി. അവർക്ക് മുന്നിൽ ഉമ്മയും ഗോപാലും നല്ല ദമ്പതികളെ പോലെ അഭിനയിച്ചു. അതിനുശേഷം അവർ കറങ്ങാനായി ഒരു ബീച്ചിലേക്ക് പോയി. അവിടെ ഗോപാലിന്റെ സുഹൃത്തും ഭാര്യയുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഉമ്മയും ഗോപാലും അവരുടെ സംസാരം കേട്ടിരുന്നു. അവർക്ക് ഒരു ദമ്പതികളെ പോലെ പെരുമാറാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഉമ്മ ഗോപാലിന്റെ സുഹൃത്തിന്റെ നായയെയും കൊണ്ട് നടക്കാൻ പോയി. കുറച്ചു നേരം പോയി അതിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് തിരിച്ചു വന്ന് നായ ഓടിപ്പോയെന്ന് എല്ലാവരോടും പറഞ്ഞു. ഇത് കേട്ട് അവരുടെ സമയം മുഴുവൻ നായയെ തിരയുന്നതിൽ പോയി. ഇവിടെ ഉമ്മ ഒരു തരത്തിൽ സ്വയം ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കാരണം അവൾക്ക് ഗോപാലിനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഉമ്മയും ഗോപാലും വീട്ടിലേക്ക് പോകാൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ഒരു മിഠായിക്കട കണ്ട ഉമ്മ, ഇത് കഴിച്ചാൽ വായ നീല നിറമാകുമോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഗോപാൽ അവൾക്ക് മിഠായി വാങ്ങാൻ പോയി. ഉമ്മ ട്രെയിനിൽ കയറിയിരുന്നു. ഗോപാലിനായി ഒരു സീറ്റും പിടിച്ചിട്ടു. കുറച്ചു കഴിഞ്ഞ് ഗോപാൽ മിഠായിയുമായി വന്നപ്പോഴേക്കും ട്രെയിൻ പോയിരുന്നു. അതിനുശേഷം വളരെ വൈകിയാണ് ഗോപാൽ വീട്ടിലെത്തിയത്. ഉമ്മ ദേഷ്യത്തിലായിരുന്നു. നീ എവിടെയായിരുന്നു എന്ന് ഉമ്മ ചോദിച്ചപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓടി വരികയായിരുന്നു എന്ന് ഗോപാൽ പറഞ്ഞു. നിനക്ക് അടുത്ത ട്രെയിനിന് കാത്തു നിന്നൂടായിരുന്നോ എന്ന് ഉമ്മ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു എന്ന് ഗോപാൽ മറുപടി പറഞ്ഞു. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന മിഠായി ഉമ്മയ്ക്ക് കൊടുത്തു. പക്ഷെ ഉമ്മ ദേഷ്യത്തിൽ ആ മിഠായി വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവർ മദ്യപിച്ചു. ആദ്യമായി അന്ന് അവർ ശാരീരികമായി ബന്ധപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഉമ്മ ഉണർന്നപ്പോൾ അവൾ കൊന്ന അതേ പക്ഷികൾ വീണ്ടും അവളുടെ മുന്നിലുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ വീണ്ടും ഭയന്ന് ഗോപാലിനെ വിളിച്ചുണർത്താൻ തുടങ്ങി. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം, ഗോപാൽ കഴിഞ്ഞ രാത്രി തന്നെ മരിച്ചിരുന്നു. അവൾ ഇത്രയും നേരം ഒരു മൃതദേഹത്തിന്റെ കൂടെയാണ് കിടന്നുറങ്ങിയത്. ഗോപാലിന്റെ മരണശേഷം ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഉമ്മയുടെ കമ്പനിയിലെ വാച്ച്മാൻ അവളെ കാണാൻ വന്നു. പക്ഷെ ഉമ്മ വാതിൽ തുറന്നില്ല. അവൻ ഗോപാലിന്റെ സുഹൃത്തിന്റെ ഭാര്യയോട് ഉമ്മയെക്കുറിച്ച് ചോദിച്ചു. ഉമ്മയും ഗോപാലും വളരെ വിചിത്ര സ്വഭാവക്കാരാണെന്നും കുറച്ചു ദിവസമായി അവരെ പുറത്തൊന്നും കണ്ടിട്ടില്ലെന്നും അവൾ പറഞ്ഞു. മറുഭാഗത്ത് ഗോപാലിന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്ന് ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അവൾ അവന്റെ മൃതദേഹം ചുമരിൽ ചാരിയിരുത്തി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു രാത്രി കുറെ ആടുകൾ എവിടെ നിന്നോ അവളുടെ അടുത്തേക്ക് വന്നു. അവയെ ഒഴിവാക്കാനായി അവൾ ആ ആടുകളെ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടു. പക്ഷെ അതേസമയം ഗോപാലിന്റെ സുഹൃത്തിന്റെ ഭാര്യ അവളെ പിന്തുടർന്ന് വീട്ടിലെത്തി. ഗോപാലിന്റെ മൃതദേഹം കണ്ട് അവൾ ഞെട്ടിപ്പോയി. ആ സ്ത്രീയെ കണ്ട് ഉമ്മ പറഞ്ഞു, എനിക്ക് എത്ര ദാഹമുണ്ടെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ ആ സ്ത്രീയെ കൊന്നു. പിറ്റേന്ന് രാവിലെ ഉമ്മ തന്റെ വാതിലിനു പുറത്ത് ഒരു കുരിശിന്റെ അടയാളം കണ്ടു. ആരോ അതിൽ ഡാക്കിനി, അതായത് യക്ഷി എന്ന് എഴുതിയിരുന്നു. ഇതിനർത്ഥം ആ കോളനിയിലുള്ളവർക്ക് ഉമ്മ ഒരു യക്ഷിയാണെന്ന് തോന്നി തുടങ്ങിയിരുന്നു എന്നതാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് ശീതൾ ഗ്രാമത്തിൽ നിന്ന് മടങ്ങി വന്നു. അവൾ ഈ യക്ഷക്കഥയെ കുറിച്ച് അറിഞ്ഞു. ഉമ്മയും ശീതളും മതിലിനരികിലിരുന്ന് സംസാരിച്ചു. ഇതിനിടയിൽ ഉമ്മ ശീതളിനോട് ഒരു വാള് ചോദിച്ചു. ആ വാള് കൊണ്ട് അവൾ ആ സ്ത്രീയുടെ ശരീരം കഷ്ണങ്ങളാക്കി രാത്രി ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് ഉമ്മ പുറത്തുവിട്ട ആടുകൾ വന്ന് ആ മൃതദേഹം തിന്നു. അടുത്ത ദിവസം രാവിലെ ഉമ്മ മുമ്പ് തന്നോട് സംസാരിച്ച അതേ ട്രാൻസ്ജെൻഡറെ കാണാൻ പോയി. അവൾ അവരോട് സഹായം ചോദിച്ചു. അവർ സമ്മതിച്ചു. പക്ഷെ അവർ അവളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ചോദിച്ചു. അത് വളരെ പ്രയാസമാണ്, എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഞാൻ പിന്നെ പറയാം എന്ന് ഉമ്മ മറുപടി പറഞ്ഞു. അതിനുശേഷം ആ ട്രാൻസ്ജെൻഡർ ഒരു ട്രക്ക് ഡ്രൈവറുമായി സംസാരിക്കുന്നു. ആ ഡ്രൈവർ ഉമ്മയെ ഒരിടത്ത് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഉമ്മ ഗോപാലിന്റെ ശരീരം എവിടെയോ കൊണ്ടുപോവുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർ അവളെ ഇറക്കിവിട്ട സ്ഥലത്ത് വെച്ച് അവൾ ആ ശരീരം കത്തിച്ചു. അവിടെ തന്നെ ഇരുന്നു. വളരെ നേരം കഴിഞ്ഞ് ഒരു അഘോരി അവിടെ വന്ന് ഗോപാലിന്റെ ശരീരത്തിന്റെ ചാരം തന്റെ ശരീരത്തിൽ പുരട്ടി. കുറച്ച് ചാരം ഉമ്മയുടെ കയ്യിലും പുരട്ടി. അതിനുശേഷം ഉമ്മ കുറച്ച് ചാരം ഒരു കുപ്പിയിലാക്കി കാൽനടയായി റോഡിലൂടെ പോകാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവൾക്ക് തല കറങ്ങി. അവൾ അവിടെ ബോധരഹിതയായി വീണു. ഉമ്മ കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു സന്യാസി മഠത്തിലായിരുന്നു. അവിടുത്തെ ആളുകൾ അവൾക്ക് ഭക്ഷണം കൊടുത്തു. കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ അവൾ അവരോട് അനുവാദം ചോദിച്ചു. വീഴ്ചയിൽ ഉമ്മയുടെ മൂക്കിന് പരിക്കേറ്റിരുന്നു. ഒരു ദിവസം ഒരു പക്ഷി ഉമ്മയുടെ അടുത്തേക്ക് വന്നു. മുൻപത്തെ പോലെ ഇത്തവണയും ഉമ്മ ആ പക്ഷിയെ കൊന്നു തിന്നു. അതിനുശേഷം അവൾ അവിടുത്തെ ഫോണിൽ നിന്ന് ശീതളിനെ വിളിച്ചു. ഞാൻ തിരിച്ചു വരികയാണ്, എനിക്ക് കുറച്ച് സഹായം വേണം എന്നവൾ പറഞ്ഞു.
അന്ന് രാത്രി ഉമ വീട്ടിലേക്ക് പോകുമ്പോൾ കോളനിയിലെ ആളുകൾ പന്തങ്ങളുമായി അവളുടെ വീടിന് പുറത്ത് നിൽക്കുന്നത് കണ്ടു. അവർ വാതിൽ തുറന്നപ്പോൾ ഒരുപാട് പക്ഷികൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇത് കണ്ട ഉമ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു പോലീസുകാരനും ഒരു പണ്ഡിറ്റും അവളെ തടഞ്ഞു. പണ്ഡിറ്റ് അവളുടെ മേൽ ഗംഗാജലം തളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ആ അവസരം മുതലെടുത്ത് ഉമ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കോളനിയിലെ ആളുകൾ അവളെ തിരയാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ആരോ ഉമയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ശീതളും അവളുടെ സുഹൃത്തുക്കളുമായിരുന്നു. കോളനിക്കാർ അവരുടെ വണ്ടിക്ക് പിന്നാലെ പോയി. ഉമയ്ക്ക് ദേഷ്യം വന്നു. അവൾ വണ്ടിയിൽ നിന്നിറങ്ങി അവരോട് സംസാരിക്കാൻ പോയി. അപ്പോൾ എല്ലാവരും അവളെ മൃഗം എന്ന് വിളിച്ചു. ഇത് കേട്ട് ഉമ പറഞ്ഞു, മനുഷ്യനാകാൻ പ്രയാസമാണ്, ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ച് അവൾ എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു. പിന്നീട് ശീതളും അവളുടെ സുഹൃത്തുക്കളും ഉമയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. സിനിമയുടെ അവസാന രംഗത്തിൽ ഉമ ട്രെയിനിൽ എങ്ങോട്ടോ പോവുകയായിരുന്നു. അപ്പോൾ മുമ്പ് കണ്ട അതേ ആടുകൾ ട്രെയിനിന് പിന്നാലെ വരുന്നത് അവൾ കണ്ടു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഉമ ആരായിരുന്നുവെന്ന്. ഉമയൊരു രക്തരക്ഷസായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് മനുഷ്യരുടെ ഭക്ഷണം ഇഷ്ടമല്ലാതിരുന്നത്. അവൾ ആരെ കഴിക്കുന്നുവോ അവരും രക്തരക്ഷസായി മാറുമായിരുന്നു. ഉമ കൊന്ന് രക്തം കുടിച്ച ആടുകളും പക്ഷികളും ഒരു തരത്തിൽ അവളുടെ അനുയായികളായി മാറി. അതുകൊണ്ടാണ് അവർ എല്ലായിടത്തും അവളെ പിന്തുടർന്നത്. ഇനി ആ ആടുകളും പക്ഷികളും ഒരിക്കലും മരിക്കില്ല, കാരണം അവരും രക്തരക്ഷസുമാരായി മാറിക്കഴിഞ്ഞു. ഇനി ഉമ എവിടെയൊക്കെ പോയി എത്ര പേരെ കൊല്ലുമെന്ന് ആർക്കും അറിയില്ല. ഈ വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കിയ സിനിമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.